വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് 2025 2026 നമ്മുടെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ വരാറുണ്ട്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളിലെ അവരെല്ലായ്പ്പോഴും ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ. അതിലൊന്ന്, ഈ 2025 2026 ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഏതൊക്കെയാണ്? 1. 2, ഇനി വരാൻ പോകുന്ന +2 ലെവൽ പരീക്ഷകൾ ഏതൊക്കെയാണ്? 3-ാമത്തെ ചോദ്യം, ഇനി വരാൻ പോകുന്ന 10th ലെവൽ പരീക്ഷകൾ ഏതൊക്കെയാണ്? ഇതാണ് നമ്മൾ വളരെ ആശങ്കയോടും എന്നാൽ വളരെ പ്രതീക്ഷയോടും കൂടി ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ. ഇപ്പം നമ്മൾ 2025 വളരെ പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അതേപോലെ SI ഉൾപ്പെടെയുള്ള നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ആദ്യഘട്ട പരീക്ഷ നമ്മൾ വളരെ ഭംഗിയായിട്ട് എഴുതി അവസാനിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിന്റെ റിസൾട്ട് വരുന്നിടം വരെ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും അടുത്ത പരീക്ഷ എപ്പോൾ വരും എന്നുള്ള ഒരു ആശയക്കുഴപ്പവും ആശങ്കയും ഉണ്ടാവും മനസ്സിൽ. അപ്പം നിങ്ങൾ ഇനി അടുത്ത പരീക്ഷ എന്ന് എന്നുള്ള ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഞങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത്. വളരെ 3 ഭാഗങ്ങളായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, ഇവിടെ നമ്മൾ ഇന്ന് 2025 2026 വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട 7 നോട്ടിഫിക്കേഷൻ ഉള്ളത്. അപ്പോൾ ഈ 7 എണ്ണം ഷുവർ ഷോട്ടാണ്, വരും എന്നുള്ള കാര്യം 100% ഉറപ്പുള്ള വളരെ പ്രധാനപ്പെട്ട 7 തസ്തികകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കാൻ പോകുന്നത്. അതിലെല്ലാവർക്കും അറിയാം, ഒന്നാമത്തെ തസ്തിക, ഒന്നാമത്തെ പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ അവസാനമായിട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്, അല്ലെങ്കിൽ നിലവിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 11/3/2024 അപ്പൊ സ്വാഭാവികമായിട്ടും ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 10/3/2027 ആകുമ്പോൾ അവസാനിക്കും. അപ്പൊ 2027 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. ഇപ്പൊ 2025 2025 ഒരു നോട്ടിഫിക്കേഷൻ വന്ന് 2026 പരീക്ഷ നടന്നെങ്കിൽ മാത്രമേ 2027 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരത്തുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു 3-4 മാസത്തിനുള്ളിൽ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ. അതായത് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷയാണ് ഇത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ വളരെയധികം പ്രൊമോഷൻ സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോകുന്ന, ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ. ഇപ്പോൾ കഴിഞ്ഞ 2022 പരീക്ഷ നടന്നത്. 2024 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 2022 അവസാനം വന്ന നോട്ടിഫിക്കേഷൻ ആണത്. അപ്പൊ 2022 അവസാനം ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് 2023 പരീക്ഷ കഴിഞ്ഞു, 2024 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. മെയിൻ ലിസ്റ്റിലെ 770 ഉദ്യോഗാർത്ഥികളെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അവിടെ അവസാനമായിട്ട്, അതായത് മെയ് മാസം 6-ാം തീയതി വരെയുള്ള അഡ്വൈസുകൾ പരിശോധിച്ചാൽ 227 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. അവിടെ കട്ട് ഓഫ് മാർക്ക് വന്നത് 57 മാർക്കായിരുന്നു എന്നുള്ളത് കൂടി നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ വേണം. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നാമത്തെ തസ്തിക, അതായത് ഒരു 3-4 മാസത്തിനുള്ളിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നാമത്തെ തസ്തിക എന്ന് പറഞ്ഞാല് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ്. നന്നായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. 2, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. നമ്മൾ നേരത്തെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ 2 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. 2 പരീക്ഷകളാണ്, 2 തസ്തികളായിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയാണ് നമ്മൾ രണ്ടാമതായിട്ട് പ്രതീക്ഷിക്കുന്ന മറ്റൊരു പരീക്ഷ. ഇവിടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 11/3/2024 2 ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ കമ്പനിയും ബോർഡും അടങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട KSFE ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ KSEB ഉൾപ്പെടെയുള്ള ആ ഒരു കമ്പനികളുടെയും ബോർഡിന്റെയും അസിസ്റ്റന്റ് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 13/3/2024 സ്വാഭാവികമായിട്ടും 12/3/2027
പുതിയ റാങ്ക് ലിസ്റ്റ് ഈ നിലവിലെ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചുകൊണ്ട് പുതിയ റാങ്ക് ലിസ്റ്റ് 13/3/2027 വരേണ്ടത് കൊണ്ട് 2025 അല്ലെങ്കിൽ 2025 നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു നോട്ടിഫിക്കേഷനാണ് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ. നിലവിൽ 1354ഓളം അഡ്വൈസുകൾ പോയ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ കണ്ടോ. അപ്പൊ കമ്പനി ബോർഡ് പരീക്ഷകൾക്ക് നല്ല രീതിയിൽ അഡ്വൈസ് പോകാറുണ്ട്. മാത്രമല്ല 3763 ഉദ്യോഗാർത്ഥികളെയാണ് നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതെന്നുള്ള കാര്യം കൂടെ ഓർമ്മയിൽ ഉണ്ടാവണം. കട്ട് ഓഫ് 43.33 ആയിരുന്നു. 1354 ഉദ്യോഗാർത്ഥികളെയാണ് മെയിൻ ലിസ്റ്റിലെ 1354 ഉദ്യോഗാർത്ഥികളെയാണ് ഇപ്പോൾ നിലവിലെ അഡ്വൈസ് പോയിരിക്കുന്നത്. 3763 ഉദ്യോഗാർത്ഥികളെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യത. സോ ഇനി ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പറഞ്ഞു, കമ്പനി ബോർഡ് അസിസ്റ്റന്റും പറഞ്ഞു. അടുത്തത് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ആണ്. അതായത് KSRTC ഉൾപ്പെടെയുള്ള കോർപ്പറേഷനിലേക്ക് നടക്കുന്ന അസിസ്റ്റന്റ്. നേരത്തെ കമ്പനി ബോർഡ്, കോർപ്പറേഷൻ, അത് കമ്പനി ബോർഡ് ഒരു സെപ്പറേറ്റ് നോട്ടിഫിക്കേഷനും കോർപ്പറേഷൻ അസിസ്റ്റന്റ് പുതിയൊരു നോട്ടിഫിക്കേഷനുമാണ് കഴിഞ്ഞ തവണ വന്നത്. 2021 അവസാനമാണ് ആ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതായത് 2022 വന്നതായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം. 2 വർഷത്തിന് ശേഷം റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നു. അതായത് 2021 അവസാനം 2022 നോട്ടിഫിക്കേഷൻ വന്നു. 2023 കഴിഞ്ഞ് 2024 തുടക്കത്തിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നു. 29/1/2024 വന്ന റാങ്ക് ലിസ്റ്റ്, പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടത് 29/1/2027 സോ 2027 തുടക്കത്തിലെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടത് കൊണ്ട് കോർപ്പറേഷൻ അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തിക, അതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഈ 2025 ഈ ഒരു കാലയളവിലെ വരാൻ പോകുന്ന പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഇതാണ് വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ. ഇവിടെ കോർപ്പറേഷൻ അസിസ്റ്റന്റിലെ 1734 എല്ലാ കോർപ്പറേഷനും, കേരളത്തിലെ കോർപ്പറേഷനുകളെല്ലാം അവിടെ എല്ലാം നടക്കുന്ന നിയമനങ്ങളെല്ലാം ഇതിനകത്താണ് വരുന്നത്. 1734 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അഡ്വൈസ് 702 പേർക്ക് 13/5/2025 വരെ 700ഓളം ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിന് ഇനിയും കാലാവധി ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മയിൽ ഉണ്ടാകണം. ഇത് 2025 അവസാനം 2025 മെയ് മാസം ആയതേ ഉള്ളൂ. ഇനിയും ഉണ്ട്, നമുക്ക് ഇനിയും 2026 വരെ ഏകദേശം നല്ല രീതിയിൽ അഡ്വൈസ് പോകാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട തസ്തികയാണ് ഇത് കോർപ്പറേഷൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. കട്ട് ഓഫ് മാർക്ക് അന്ന് വന്നത് 53.67 ആയിരുന്നു. അപ്പോൾ പോലും 1734 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട 3 പരീക്ഷകളുടെ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട 3 തസ്തികകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. 4മത്തത് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പരീക്ഷയാണ്. എക്സൈസ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ അവസാനമായിട്ട് വിളിക്കുന്ന 2019 അവസാനമാണ്. 2019 അവസാനം വന്ന നോട്ടിഫിക്കേഷനിലെ 2020 കഴിഞ്ഞ് 21 കഴിഞ്ഞ് 22 കഴിഞ്ഞ് 2023 അവസാനമാണ് പുതിയ നോട്ടിഫിക്കേഷൻ, പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. ആലോചിച്ചോണം, റാങ്ക് ലിസ്റ്റ് 2023 അവസാനം എന്ന് പറയുമ്പോൾ 2024 കഴിഞ്ഞ് 2025 കഴിഞ്ഞ് 2026 കഴിഞ്ഞ് 2027 തുടക്കത്തിൽ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടതാണ്. സോ എക്സൈസ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പരീക്ഷ. മെയിൻ ലിസ്റ്റിലെ 141 പേരെ മാത്രം ഉൾപ്പെടുത്തി ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. 158 അഡ്വൈസുകൾ പോകുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആശയക്കുഴപ്പം വരും. 141 പേരല്ലേ മെയിൻ ലിസ്റ്റിലുള്ളൂ, 158 പേരെയാണ് മൊത്തത്തിൽ അഡ്വൈസ് പോയിരിക്കുന്നത്. അത് നമുക്കറിയാം, റിസർവേഷൻ ഉൾപ്പെടെയുള്ള അഡ്വൈസ് നിലയാണ്.
ഓപ്പൺ കോട്ടയിലെ അല്ലെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിലെ 137ാമത്തെ ഉദ്യോഗാർത്ഥിക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. അതേപോലെ 6/1/2025 അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർമ്മയിൽ വേണ്ടാവണം. അങ്ങനെ റിസർവേഷൻ ഉൾപ്പെടെ 158 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. 45 മാർക്കായിരുന്നു കട്ട് ഓഫ് വെച്ചത്. 45 മാർക്ക് കട്ട് ഓഫ് വെക്കുമ്പോൾ പോലും 141 പേരെ മാത്രമേ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. ഇപ്പോൾ പരീക്ഷയുടെ നിലവാരം എത്രത്തോളം നല്ലതായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട, എന്നാൽ നോട്ടിഫിക്കേഷൻ വരേണ്ട സമയം ഒരുപാട് അതിക്രമിച്ച വളരെ പ്രധാനപ്പെട്ട 4ാമത്തെ തസ്തിക എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തികയാണ്. ഇനി നമുക്കറിയാം 5ാമത്തത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ്, നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്നത് 8/8/2023 സ്വാഭാവികമായിട്ടും 7/8/2026 ആകുമ്പോൾ റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. അതായത് 2026 അതായത് 8/8/2026 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്കൊരു 3-4 മാസത്തിനുള്ളിൽ തന്നെ പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഡിഗ്രി ലെവൽ എക്സാം ആണ് നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. ഇവിടെ അന്ന് 970 ഉദ്യോഗാർത്ഥികളെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. കട്ട് ഓഫ് 35 ആയിരുന്നു. 35 മാർക്ക് കട്ട് ഓഫ് വെച്ചപ്പോൾ പോലും 970 ഉദ്യോഗാർത്ഥികളെ മാത്രമേ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്താൻ സാധിച്ചുള്ളൂ. മാത്രമല്ല അഡ്വൈസ് നിലയും വളരെ കുറവാണ്. 35 അഡ്വൈസുകൾ മാത്രമേ പോയിട്ടുള്ളൂ. അത് അങ്ങനത്തെ ഒരു തസ്തികയാണ്. അഡ്വൈസ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ആദ്യമേ നമ്മുടെ പേരെത്തിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷ. നമ്മളൊരു 3-4 മാസത്തിനുള്ളിലെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന മറ്റൊരു തസ്തികയാണത്. ഇനി നമുക്കറിയാം എല്ലാ വർഷവും അവസാനം വരുന്ന നമ്മുടെ എസ്ഐയുടെ പരീക്ഷ. അത് എല്ലാ വർഷവും അവസാനം വിളിക്കുന്ന ഒരു പരീക്ഷയാണ്. സബ് ഇൻസ്പെക്ടർ ഓഫ് കേരള പോലീസ്. കേരള പോലീസിന്റെ ഭാഗമാകുവാൻ 2 സ്റ്റാർ ഒക്കെ വെച്ച് ജോലി ചെയ്യുവാൻ ആഗ്രഹമുള്ള ഡിഗ്രി കഴിഞ്ഞ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എല്ലാ വർഷവും അവസാനം നമ്മൾ ഈ പറയുന്ന കേരള PSC വിളിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് SI എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കും, അത് നിലവിൽ ഒരു റാങ്ക് ലിസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2025 നമ്മൾ പുതിയൊരു പരീക്ഷ, പ്രിലിംസിന്റെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇനി അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം, മറ്റതിന്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്, ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. പക്ഷേ യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു പ്രധാനപ്പെട്ട തസ്തികയാണ് നമ്മുടെ SIയുടെ പരീക്ഷ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന 6ാമത്തെ തസ്തിക, അതായത് 6ാമത്തെ ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറയുന്നത് SIയുടെ പരീക്ഷയാണ്. SIയുടെ പരീക്ഷ ഈ വർഷം അവസാനം, അതായത് 2025 അവസാനത്തോടുകൂടി പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മയിൽ വേണം. ഇതായിരുന്നു വരാൻ പോകുന്ന 6 പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ. സ്വാഭാവികമായിട്ടും നിലവിൽ വന്നത് 7ാമത്തതാണ്. നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്കുള്ള, കേരള പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷയാണ്. സോ അവിടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. 30/4/2025 നോട്ടിഫിക്കേഷൻ വന്നത്. എല്ലാവരും അപ്ലൈ ചെയ്യുക. 17/2025 എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്പറിൽ വന്നിരിക്കുന്ന ലൈവ് നോട്ടിഫിക്കേഷൻ ആണ്. എല്ലാവരും പ്രൊഫൈലിനകത്തേക്ക് കടന്നു പോയിട്ട് ഡിഗ്രി ഉള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഈ പറയുന്ന നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ. സോ ഇതിനു മുമ്പ് പരീക്ഷ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 3/6/2023 സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു അടുത്ത 3/6/2026 പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരേണ്ടതാണ്. അതായത് 2026 പകുതിയോടുകൂടി പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടത് കൊണ്ടാണ് ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുന്നത്. സോ 174 അഡ്വൈസുകളാണ് നിലവിൽ പോയിരിക്കുന്നത്. അവസാനമായിട്ട് പോയ അഡ്വൈസ് 14/5/2025 ആണ്. മെയിൻ ലിസ്റ്റിലെ 1054 ഉദ്യോഗാർത്ഥികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന 7 തസ്തികകളുടെ നോട്ടിഫിക്കേഷനും പരീക്ഷകളുമാണ് നമ്മൾ 2025-2026 നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഒന്നാമത്തെ ഒന്നും കൂടെ ഞാൻ സമ്മറൈസ് ചെയ്ത് പറയാം. 1 നമുക്ക് എല്ലാവർക്കും അറിയാം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ്. 2 കമ്പനി ബോർഡ് അസിസ്റ്റന്റ്.
കോർപ്പറേഷൻ അസിസ്റ്റന്റ്, അതേപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷ, എക്സൈസ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷ, അതേപോലെ തന്നെ നമ്മുടെ എസ്ഐയുടെ പരീക്ഷ ഈ വർഷം അവസാനം വിളിക്കും. ഏറ്റവും അവസാനം ഇപ്പൊ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന നമ്മുടെ കേരള പോലീസിന്റെ അസിസ്റ്റന്റ് പരീക്ഷയാണ്. അപ്പോൾ ഇത്രയും ഈ 7 തസ്തികകളിലേക്കുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് പഠിച്ച് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത്തവണ നമ്മുടെ ഡിഗ്രി ലെവൽ ആദ്യഘട്ട പ്രിലിംസിന്റെ പരീക്ഷ എഴുതിയപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് ആത്മാർത്ഥമായിട്ട് പഠിച്ചായിരുന്നെങ്കിൽ ഒരു 3-4 മാർക്ക് കൂടെ കിട്ടിയേനെയായിരുന്നു. സോ ഒരു 3-4 മാർക്ക് കൂടെ കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് വലിയ ആശയക്കുഴപ്പമില്ലാതെ തന്നെ എനിക്ക് മെയിൻസിന്റെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാമായിരുന്നു എന്നൊക്കെ നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അതേപോലെ തന്നെ നമ്മുടെ വരാൻ പോകുന്ന 2ാം ഘട്ട നമ്മുടെ പ്രിലിംസിന്റെ പരീക്ഷ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും അതേപോലെ തന്നെ SI ഉൾപ്പെടെയുള്ള 2025 നമ്മൾ മാറ്റുരയ്ക്കാൻ പോകുന്ന ആദ്യഘട്ട പരീക്ഷ കഴിഞ്ഞു. 2ാം ഘട്ട പരീക്ഷയ്ക്ക് ഇനി നിങ്ങളുടെ മുമ്പിലെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ആദ്യഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ CCയിലെ മിറാക്കിൾ എന്ന് പറയുന്ന ഒരു വലിയൊരു മിഷൻ നമ്മൾ അവതരിപ്പിച്ചു. ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് അതിനകത്ത് കടന്നു വരികയും അവസാന ഘട്ടത്തിലെ വലിയ പ്രതീക്ഷയോടുകൂടി ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഒരുപാട് 2021, 2024 വരെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടാണ് അവർ എക്സാം ഹാളിലേക്ക് കടന്നുപോയത്. അതിന്റെ ഒരു ബെനിഫിറ്റ് ആദ്യഘട്ട പരീക്ഷയിലെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നേടുവാനും സാധിച്ചു. അപ്പൊ 2ാം ഘട്ടത്തിൽ തയ്യാറെടുക്കുന്ന നിങ്ങളെപ്പോലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇനി 2021, 2024 വരെയുള്ള വിവിധ പരീക്ഷകളിൽ ചോദിച്ചു പോയ അതേ പാറ്റേൺ, അതേപോലെ തന്നെ ആദ്യഘട്ടത്തിലെ നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് അടിപൊളിയായിട്ട് നമ്മൾ വീണ്ടും ഒരു മിറാക്കിൾ 2.0 എന്ന് പറയുന്ന പുതിയൊരു മിഷനിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി തന്നെയാണ് നമ്മൾ വീണ്ടും ഈ ഒരു ബാച്ചിലേക്ക് പോകുന്നത്. അതായത് 2ാം ഘട്ടം പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കൃത്യമായിട്ട് വിശ്വസ്തയോടുകൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള ബാച്ചാണ് മിറാക്കിൾ 2.0. സോ എല്ലാവർക്കും അഡ്മിഷൻ എടുത്തുകൊണ്ട് 2025 നിങ്ങൾ എഴുതാൻ പോകുന്ന ഈ ഒരു മത്സര പരീക്ഷ നല്ല രീതിയിൽ വിജയം കാണുവാൻ സാധിക്കും. സോ 2025 അവസാനം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് ഒരു 3-4 മാസത്തിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ള കാര്യം പറഞ്ഞു. പഠിച്ചു തുടങ്ങുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. 2025, 2026 എന്ന് പറയുന്ന വർഷത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട വർഷമാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒന്നാമതെത്താം, കൂടെ ചേരുക. ബൈ.